വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? വലിയ പെട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ഞാൻ എങ്ങും പോകുകയല്ല, നാട്ടിലേക്ക് വന്നില്ല ഇപ്പോൾ. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വരെയല്ലേ. സോ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണ്ടേന്ന് അറിയണ്ടേ. പിന്നെ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, ഞാൻ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഫസ്റ്റ് വന്നപ്പോൾ ചെയ്തിരുന്നു, സെക്കൻഡ് ടൈം വന്നപ്പോൾ ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഐറ്റംസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചിട്ടും പറഞ്ഞു തരാം. പിന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. സോ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഇൻടേക്കിൽ വന്ന സ്റ്റുഡൻസ് കൊണ്ടുവരണ്ടേന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അങ്ങ് പോകാം. സോ ഞാനൊരു വലിയ നോട്ട്ബുക്കൊക്കെ, ചെറിയ നോട്ട്ബുക്കൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ലിസ്റ്റാണ് ഞാനിതിനകത്ത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലോത്തിങ്ങിൽ നിന്ന് തുടങ്ങാം. സോ ക്ലോത്തിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നമുക്ക് ഗ്ലൗസ്. സോ ഫസ്റ്റ് മസ്റ്റ് ഹാവ് ആയിട്ടാണ് ഗ്ലൗസ്. കാരണം വിൻ്റർ ഇൻടേക്കിലാണ് ഞങ്ങൾ വരുന്നത്. നല്ലതുപോലെ വിൻ്റർ സ്നോ ഫാൾ ഉണ്ടാകും. സ്നോ ഫാൾ ഞാൻ 2 വർഷമായിട്ട് വിൻ്ററിൽ നോട്ടീസ് ചെയ്തത് ഒരു ജാനുവരി, ഫെബ്രുവരി, ഡിസംബർ ആ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ. ഒരു ജാനുവരി ലാസ്റ്റ് ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു സ്നോ ഉണ്ടാവുന്നത്. സ്നോ വരുമ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യും. അത് നോർമലി നാച്ചുറലി, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ആയിരിക്കില്ലേ സ്നോയൊക്കെ കാണുന്നത്. സോ അപ്പോൾ ഈ സ്നോയിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ വിരകുമ്പോൾ ഈ കൈയൊക്കെ അങ്ങ് മരവിക്കും. ഈ മരവിക്കുന്ന സമയത്ത് ആ മരവിപ്പ് മാറ്റാൻ ഗ്ലൗസ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉപകാരപ്പെടും. സോ നാട്ടിൽ നിന്ന് ഇതുപോലത്തെ ഗ്ലൗസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ചൂട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൈയിൻ്റെ മരവിപ്പൊക്കെ മാറ്റാൻ സഹായിക്കും. അല്ലെങ്കിൽ ഇത് ഞാനത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് മേടിച്ചതാണ്. സോ ഗ്ലൗസ് മസ്റ്റ് ഹാവ് ആണ്, നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വിൻ്ററിന് വേണ്ടതാണ് ജാക്കറ്റ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ജാക്കറ്റ് ഇവിടുത്തെ ഓട്ടം സ്പ്രിങ്ങിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ജാക്കറ്റ് ഐ പ്രിഫർ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് നല്ലതെന്ന്. ഇവിടെ നല്ല ഷോപ്പുകളും കാര്യങ്ങളും നല്ല കട്ടിയുള്ള ജാക്കറ്റ്സ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വിൻ്ററിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിക്ക് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെയറിലായിട്ട് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. സോ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് തെർമൽസ് ആണ്. നിങ്ങളെ ഡെക്കാത്തലോൺ ഞാൻ ഡെക്കാത്തലോണിൽ നിന്നാണ് ഡ്രസ്സും കാര്യങ്ങളെല്ലാവരും വിൻ്റർ വിയേഴ്സ് എല്ലാവരും വാങ്ങിയത്. നിങ്ങളുടെ പ്രിഫേർഡ് ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം. സോ ഇവിടെയും ഡെക്കാത്തലോൺ ഉണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾ ടെർമൽ പോയിട്ട് വാങ്ങാം. ഫസ്റ്റ് ലെയർ ഓഫ് ടെർമൽ. പിന്നെ ഇതുപോലത്തെ ജാക്കറ്റ്സ് ആക്ച്വലി ഇത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടൊരു സാധനമാണ് ഇത്. സോ ഇതുപോലത്തെ കോട്ട്, ഇതുപോലത്തെ കോട്ടിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തണുക്കണം എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഇടാം, തണുപ്പ് നല്ലതുപോലെ മാറും. പിന്നെ എന്ത് കഴിഞ്ഞാലും പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡ്രസ്സ് ഇടും, നിങ്ങൾ കാഷ്വൽ വിയേഴ്സ് ഇടും. കാഷ്വൽ വിയേഴ്സിൻ്റെ കൂടി ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോ ആയിക്കഴിഞ്ഞാലും ഇത് നല്ല രീതിയിൽ തണുപ്പീന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ കളർ വേരിയേഷൻസ് പലതും ഉണ്ടാകും. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ജാക്കറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ പുറത്തുനിന്ന് ഇത് വാങ്ങിയിട്ട് നല്ലതാണ്. സോ വിൻ്റർ വിയേഴ്സിന് ഗ്ലൗസ്, ഇങ്ങനത്തെ ടെർമൽസ്, പിന്നെ ഇങ്ങനത്തെ ഒരു ലെയർ നിങ്ങളുടെ ഡ്രസ്സസ് ഹൂഡീസ്, ടീഷർട്ട്സ്. പിന്നെ നിങ്ങൾ സമ്മറിൽ എന്തൊക്കെയാണ് ഇടുന്നത്, സമ്മർ വിയേഴ്സും കാര്യങ്ങളെല്ലാവരും. ഞാൻ ഫസ്റ്റ് ടൈം സമ്മർ വിയേഴ്സ് കൊണ്ടുവന്നില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സമ്മർ വിയേഴ്സ് എനിക്ക് സ്യൂട്ട് ആവുന്നില്ല എൻ്റെ ബോഡി സൈസിന്. ഞാൻ ചിൽഡ്രൻ സെക്ഷനിൽ പോയിട്ടായിരുന്നു ഡ്രസ്സ് എടുത്തിട്ട് വന്നിരുന്നത്. കാരണം ചിൽഡ്രൻ സെക്ഷനിലെ ഡ്രസ്സാണ് എനിക്ക് ആപ്റ്റ് ആവുന്നത്. ഒരു റൂളുണ്ട്, ഒരു റൂളിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, ബെർഗ്മാൻ റൂൾ എന്ന് പറയും. ബെർഗ്മാൻ റൂളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൾഡർ പ്ലേസസിൽ കുറച്ച് ടോളറും കുറച്ച് വണ്ണമൊക്കെ ഉള്ളൊരു ആൾക്കാരായിരിക്കും, ബിഗ്ഗർ പീപ്പിൾസ് ആയിരിക്കും. ആൻഡ് ഹോട്ടർ റീജിയൻസിനകത്ത് ആൾക്കാരുടെ സൈസ് കുറവായിരിക്കും. ഇതിൻ്റെ റൂളിൻ്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ തണുപ്പുള്ള പ്ലേസിൽ എന്ന് പറയുന്നത് ബിഗ്ഗർ സ്പേസ് ആയിരിക്കും. ബോഡിയിൽ വലിയ സ്പേസ് എന്ന് പറയുന്നത് ഹീറ്റ് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവർക്ക് എന്താ ഹീറ്റ് ബോഡിയിൽ കൺസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് എന്താ, നമ്മുടെ ശരീരം കുറച്ചും കൂടി ചെറുതായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ റിലീസാണ് ചെയ്യണം, നമുക്ക് ചൂടല്ലേ. സോ ഇതൊരു റൂളാണ്. പക്ഷെ നമ്മുടെ ഹൈറ്റും വെയ്റ്റും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. സോ ഇത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം എനിക്ക് ഭയങ്കര വലുതായിട്ടാണ് തോന്നുന്നത്. സോ ഞാൻ നാട്ടിൽ നിന്ന് സമ്മർ ക്ലോത്ത്സ് കൊണ്ടുവരാനായിട്ട് പ്രിഫർ ചെയ്യാം.
പിന്നെ വിൻ്റർ വിയേഴ്സ് ആയിട്ടായിക്കായാലും ഹൂഡീസ്, ജീൻസ്, ലൈക്ക് അണ്ടർ ഗാർമെൻറ്റ്സ്, ഇതെല്ലാം നിങ്ങളുടെ യൂസേജിനനുസരിച്ചിട്ട് ലൈക്ക് എത്ര എണ്ണം വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു ഹൂഡീസൊക്കെ ആണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കാം വിൻ്ററിൽ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ടീഷർട്ട്സ്, ഷോർട്ട്സ്, ലൈക്ക് പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള വിൻ്ററും സമ്മർ വിയേഴ്സും കാര്യങ്ങളെല്ലാം എടുക്കാം. പിന്നെ സോക്സ് നല്ല ക്വാളിറ്റി ഉള്ള സോക്സ് എടുക്കുക വിൻ്ററിൽ, കാരണം കാല് നല്ലതുപോലെ തണുക്കും. നിങ്ങൾ ലൈക്ക് സ്നോയിലൊക്കെ കൂടി നടക്കാൻ പോകാണ്. സോ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കാല് തണുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സോക്സ്, നല്ല കട്ടിയുള്ള സോക്സ് തന്നെ മേടിച്ചു കൊണ്ടുവരാം. പിന്നെ ബെൽറ്റ് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഇവിടെ വരുമ്പോൾ നിങ്ങൾ പണിയെടുക്കാനാണ് പോകുന്നത്. സോ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ 50 കിലോ ആയിരുന്നു എൻ്റെ വെയിറ്റ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കിലോ 45 കിലോ ആയി. ഒരു 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ 5 കിലോ കുറഞ്ഞത്. ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തിട്ടോ ജിമ്മിൽ പോയിട്ടോ അല്ല എൻ്റെ വെയിറ്റ് കുറഞ്ഞത്. ഇവിടുത്തെ പണി എടുത്തിട്ടാണ് പിന്നെ എടുത്ത ഭക്ഷണം നമ്മൾ ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കി കഴിക്കുകയാണ്. സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ, നമ്മുടെ വെയിറ്റ് കുറയും, നമ്മൾ സ്ലിം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക, നമ്മുടെ വെയിറ്റ് ലൈക്ക് സ്ലിം ആകുന്നു. സോ സ്ലിം ആകുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയും. സോ എൻ്റെ ജാക്കറ്റ് അങ്ങ് ഞാനെടുത്ത് മാറി, കാരണം എനിക്ക് ചൂടെടുക്കുന്നു. സോ നമ്മൾ സ്ലിം ആകുമ്പോൾ നമുക്ക് ബെൽറ്റ് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ കൊണ്ടുവന്ന ജീൻസെല്ലാം നമുക്ക് ലൂസ് ആവാൻ തുടങ്ങും. സോ ലൂസ് ആകുമ്പോൾ നമുക്ക് ബെൽറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡ്രസ്സിൻ്റെ ഐറ്റംസിനകത്ത് വേണ്ടതെന്ന് പറയുന്നത് ലൈക്ക് വിൻ്റർ വിയേഴ്സ് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ വരുമ്പോൾ എന്തായാലും തണുപ്പുണ്ടാകും. സോ ആ തണുപ്പിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്. സോ കാരണം ഇവിടെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്ക് കിട്ടാൻ പോകുന്നത് നല്ല ഒടുക്കത്തെ കൊടുങ്കാറ്റായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സ്വീകരിച്ചത് കൊടുങ്കാറ്റാണ്. കാരണം എന്ത് വലിയ കാറ്റാണെന്ന് അറിയോ, ലൈക്ക് ഒക്ടോബറിൽ വന്നിറങ്ങിയപ്പോൾ ഒടുക്കത്തെ കാറ്റ്. നമ്മുടെ ട്രോളിയൊക്കെ ഇല്ലേ, ട്രോളി ഉരുണ്ടപ്പുറത്തോട്ട് പോകുമായിരുന്നു. ഒരു വലിയമ്മ, ഒരു അമ്മൂമ്മ, ഒരു മറ്റേ നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള കമ്പിമേലൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. കാരണം നല്ല കാറ്റ്. സോ നിങ്ങൾ വന്ന ടൈം നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കൊടുങ്കാറ്റൊക്കെ കാണാൻ പറ്റും. സോ ആ കാറ്റെന്ന് പറയുമ്പോൾ തണുത്ത കാറ്റായിരിക്കുമല്ലോ. സോ അപ്പോൾ നിങ്ങൾക്ക് വിൻ്റർ വിയേഴ്സ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് അസുഖം, പനി അങ്ങനെ പോലെയുള്ള അസുഖങ്ങളൊക്കെ പിടിവിടും. കാരണം നമ്മുടെ ക്ലൈമറ്റ് അല്ല, ഇവിടുന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. സോ വിൻ്റർ വിയേഴ്സ് ലൈക്ക് മസ്റ്റ് ഹാവ് ആണ്. ഓഫ് കോഴ്സ് ലൈക്ക് സമ്മർ വിയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഹാൻഡ് കർച്ചീഫ്, ഇവിടെ ടിഷ്യൂസ് ആണ് എല്ലാവരും കൂടുതലും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പ്രിഫർ ചെയ്യാം. പക്ഷേ എനിക്ക് ലൈക്ക് നമ്മുടെ കോട്ടൻ്റെ ഹാൻഡ് കർച്ചീഫാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ എന്താണ് ബാത്തിങ് ടവൽസും കാര്യങ്ങളെല്ലാവരും. സോ ഇതെല്ലാമാണ് നമ്മുടെ ക്ലോത്തിങ് സെക്ഷനിൽ വരുന്നത്. സോ ക്ലോത്തിങ് സെക്ഷൻ നിങ്ങൾ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ലിസ്റ്റ് എഴുതിയിട്ട് അത് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. സോ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് വെയർ ആണ്. സോ ഫുഡ് വെയർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, നമ്മുടെ വിൻ്റർ ഷൂ ആണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിൻ്റർ ഷൂ ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം അത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട്. അതും ഞാൻ ഡെക്കാത്തലോണിൽ നിന്നാണ് വാങ്ങിയത്. സോ വിൻ്റർ ഷൂ അത് മസ്റ്റാണ്. കാരണം നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ തെന്നാനായിട്ട് നമ്മൾ വിൻ്ററിൽ എപ്പോഴും ഓടിച്ചാടി നടക്കരുത്. കാരണം വിൻ്ററിൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസിലൊക്കെ നമ്മൾ തെന്നി വീഴാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഷൂ തന്നെ വേണം. വിൻ്റർ ഷൂ തന്നെ നിങ്ങൾ വിൻ്ററിൽ ഇടണം. സോ വിൻ്റർ ഷൂ ഇസ് ദ മസ്റ്റ്. പിന്നെ നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാനുള്ള ഷൂസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ സ്ലിപ്പേഴ്സ്, നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് പെട്ടെന്ന് പോയി കടയിൽ പോയിട്ട് സ്ലിപ്പേഴ്സ് ഒന്നും വാങ്ങാൻ പറ്റത്തില്ലല്ലോ. സോ നാട്ടിൽ നിന്ന് നിങ്ങൾ സ്ലിപ്പേഴ്സ് എടുക്കാം. അത് നിങ്ങളുടെ യൂസിനനുസരിച്ച് ബാത്റൂമിൽ നിങ്ങൾ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ ഒരെണ്ണം, റൂമിൽ ഒരെണ്ണം, അങ്ങനെ സ്ലിപ്പേഴ്സ്. സോ ഇതാണ് നമ്മുടെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ടോയ്ലറ്ററീസ് ആൻഡ് കോസ്മെറ്റിക്സ് ആണ്. സോ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ല കോസ്മെറ്റിക്സ്. ആക്ച്വലി മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇവിടെയും മേക്കപ്പ് പ്രൊഡക്ട്സ് DM, റോസ്മാൻ പോലെയുള്ള ഷോപ്പിലൊക്കെ കിട്ടും. അതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് മോയ്സ്ചറൈസറും ലിപ് ബാമും ആണ്. ഇത് മസ്റ്റ് ഹാവ് ആണ്. ആക്ച്വലി ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നല്ല, ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടാകുമല്ലോ മോയ്സ്ചറൈസർ, ലിപ് ബാമൊക്കെ. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ മേടിച്ച് കൊണ്ടുവരാം. ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാൻ പോകുന്നത് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയിട്ട് പൊട്ടാൻ തുടങ്ങും. സ്കിന്നല്ല, ചുണ്ടൊക്കെ പൊട്ടാൻ തുടങ്ങും. ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ്. എൻ്റെ ലിപ്പ് ഒന്നാമത്തെ ഓൾറെഡി ഡ്രൈഡ് ലിപ്പാണ്. ഇവിടെ വന്നപ്പോൾ ഡ്രൈനെസ് കൂടിയിട്ടേ ഉള്ളൂ. ഡ്രൈനെസ് കൂടിയിട്ട് ചുണ്ടിൻ്റെ തൊലി പോകും. തൊലി പോയിട്ട് ലൈക്ക് താനെ പൊട്ടും. ചുണ്ട് പൊട്ടിയിട്ട് ചോര വരും.
സോ ചുണ്ട് പൊട്ടിയിട്ട് ചോര വരുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടാണ്. സോ ലിപ് ബാം എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് ആണ്. നമ്മൾ ഞാൻ ഈ രാവിലെ മാത്രമേ ലിപ് ബാം ഇട്ടിട്ട് ഇറങ്ങും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ ലിപ് ബാം, നമ്മൾ സ്വെറ്റ് നാച്ചുറലി നമ്മുടെ ബോഡി നാച്ചുറലി നമ്മുടെ ബോഡി എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വെറ്റിലൂടെ. നമ്മൾ അറിയുന്നില്ല. ശരിയാ, വിൻ്ററിൽ സ്വെറ്റ് ചെയ്യണില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ നാച്ചുറലി അത് സംഭവിക്കുന്നുണ്ടാകും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആയി കഴിഞ്ഞാലും ലിപ് ബാം ആയി കഴിഞ്ഞാലും ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നാച്ചുറലി ഇത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഇതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ലിമിറ്റ് ഉണ്ട്. എല്ലാവരും നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്തെടുക്കുന്നില്ല. സോ ലിപ് ബാം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾ, ഡ്രൈ ആകുന്നതിനനുസരിച്ചിട്ട്. അല്ലെങ്കിൽ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടും, ഡ്രൈ ആകും. സോ ലിപ് ബാം, മോയ്സ്ചറൈസർ ഇത് മസ്റ്റ് ഹാവ് ആണ്. സോ ലിപ് ബാം, മോയ്സ്ചറൈസർ, സോ ഇത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും, പിന്നെ നിങ്ങൾക്ക് മുടി ചീകാൻ കോമ്പെടുക്കാം. പിന്നെ കൺമഷി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺമഷി, ഐലൈനർ. എനിക്ക് നാട്ടിൽ ഐലൈനറാണ് ഇഷ്ടം. സോ നാട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഷാംപൂസും കാര്യങ്ങളെല്ലാവരും ലൈക്ക് ഷാംപൂസും അതൊക്കെ ചിലപ്പോൾ ചിലർക്കൊക്കെ പ്രിഫറൻസ് ഉണ്ടാവും, ഇന്ന പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഷാംപൂസ് എല്ലാവരും നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് കൊണ്ടുവരാം. ഫേസ് വാഷും കാര്യങ്ങളെല്ലാവരും. പിന്നെ ഓയിൽ, ഹെയർ ഓയിൽ, കാച്ചിയ എണ്ണ. നാട്ടിൽ നല്ല നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ ഉണ്ടാക്കി തരുന്ന കാച്ചിയ എണ്ണ. എനിക്ക് കാച്ചിയ എണ്ണ ഉണ്ടാക്കി തരുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. സോ ഞാൻ ആ എണ്ണ എപ്പോൾ പോയാലും അത് കൊണ്ടുവരും, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ കാച്ചിയ എണ്ണ ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ കൊണ്ടുവരാം. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് അത് കൊണ്ടുവരാം. പിന്നെ ടോയ്ലറ്ററി ഐറ്റംസിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരാം. അത്ര ഉള്ളു ടോയ്ലറ്ററി ഐറ്റംസിനകത്ത്. പിന്നെ ഇനി അടുത്തത് നമ്മൾ കിച്ചൺ യൂട്ടൻസിലോട്ട് പോകാം. കിച്ചൺ യൂട്ടൻസിൽസിലോട്ട് പോകുമ്പോൾ സോസ് പാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സോസ് പാൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ചായ തിളപ്പിക്കാനും കാപ്പി തിളപ്പിക്കാനൊക്കെ നമുക്ക് ലൈക്ക് മോർണിംഗിൽ ചായയൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. സോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോസ് പാൻ ഭയങ്കര സ്റ്റീലിൻ്റെ സോസ് പാൻ ലൈക്ക് ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ എനിക്ക് ഉപകാരപ്പെട്ടൊരു പാത്രം ഞാൻ കാണിച്ചു തരാം. സോ actually this is amazing because actually ഇത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു പാത്രമാണ്. ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ ഈ ഒരൊറ്റ പാത്രം കൊണ്ടുവന്നുള്ളൂ. അല്ല, ഈ ഒരൊറ്റ പാത്രമല്ല, ഇങ്ങനത്തെ ഒരു സെറ്റാണിത്. ഇഡലി പാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ കൂടെ വരുന്നത് ഞാൻ സെക്കൻഡ് ടൈം പോയപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇഡലി പാത്രം. അപ്പോൾ ഇതിനകത്ത് ഇഡലി ഉണ്ടാക്കാം. പക്ഷെ അല്ലാണ്ട് എനിക്ക് ഈ പാത്രം നമ്മുടെ ചോറ് വേവിച്ച് കഴിഞ്ഞാൽ ചോറ് സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ പാത്രം ഉപകാരപ്പെട്ടായിരുന്നു. പിന്നെ പുട്ടുണ്ടാക്കാം, പിന്നെ എന്ത് ആവിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് സാധനവും ഈ പാത്രത്തിൽ ഉണ്ടാക്കാം. സോ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയൊരു പാത്രമാണിത്. സോ ഇങ്ങനത്തെ പാത്രം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലൈക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള റൈറ്റ് ആണെന്ന് ഞാൻ പറയും. എനിക്കൊരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ലൈക്ക് ഇന്ത്യൻ ഫുഡ് എപ്പോഴും നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം മസ്റ്റ് ഹാവ് എന്ന് ഞാൻ പറയത്തില്ല, യുവർ പ്രിഫറൻസ് ആണ്. പിന്നെ നമ്മുടെ ചോറ്റും പാത്രം ഇവിടെ വാങ്ങാൻ കിട്ടും. ചോറ്റും പാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ചില്ലിൻ്റെ വാങ്ങാൻ കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങാൻ കിട്ടും. ബട്ട് ഐ പ്രിഫർ നമ്മുടെ സ്റ്റീലിൻ്റെ ഡപ്പ. ഇത് ഞാൻ സെക്കൻഡ് ടൈം വന്നപ്പോഴാണ്. കാരണം നമുക്കറിയാമല്ലോ ലൈക്ക് മിക്ക ആൾക്കാരും ഒരു 5-6 വർഷം ലൈക്ക് നമുക്കറിയാം ഭൂരിഭാഗം ആൾക്കാരും ഒരു 5-6 വർഷം ഒരൊറ്റ ചോറ്റുപാത്രം യൂസ് ചെയ്ത ആൾക്കാരുണ്ടാകും. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ 5-6 വർഷമൊക്കെ ഒരൊറ്റ സ്റ്റീലിൻ്റെ ഒരൊറ്റ ചോറ്റും പാത്രം എത്ര നാളാണ് ഞാൻ പണ്ട് സ്കൂളിൽ യൂസ് ചെയ്തിരുന്ന ചോറ്റും പാത്രം ഇപ്പോഴും എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അതിനിപ്പോഴും ഒരു തകരാറും പറ്റിയിട്ടില്ല. സോ നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റീലിൻ്റെ ചോറ്റും പാത്രം, അത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താ പ്ലാസ്റ്റിക് ലൈക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പേസും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാം. മൈക്രോവേവലിൽ വെക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കൊണ്ടുവരാം. പക്ഷെ എത്ര മൈക്രോവേവലിൽ വെക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ടുവന്നാലും അത് ചെറുതായിട്ടെങ്കിലും ഉരുകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൈക്രോവേവലിൽ വെക്കാൻ പറ്റുന്ന പാത്രം തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷെ അത് ഉരുകിയിട്ടുണ്ട്. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ലൈക്ക് ആക്ച്വലി ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര ടൈമിൽ വെക്കാൻ പാടുള്ളൂ എന്നുണ്ട്. സോ അത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓവനിൽ വെക്കാനായിട്ട്, ഫുഡ് ഹീറ്റ് ചെയ്യാനായിട്ടൊക്കെ. ഓവറായിട്ട് മൈക്രോവേവിൽ ഇട്ടിട്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും പ്ലാസ്റ്റിക് അല്ലേ, ചെറുതായിട്ട് ഉരുകും. സോ പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ നിങ്ങളുടെ ലൈക്ക് നോൺ സ്റ്റിക്ക് പാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി യുവർ പ്രിഫറൻസ്. ലൈക്ക് ഞാൻ നാട്ടിൽ നിന്ന് 2 നോൺ സ്റ്റിക്ക് പാൻ കൊണ്ടുവന്നായിരുന്നു. പെട്ടെന്ന് തന്നെ അതിൻ്റെ കോട്ടയും കാര്യങ്ങളെല്ലാം പോയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ വാങ്ങിയത്. ഇറ്റ്സ് അമേസിങ് ആക്ച്വലി. ലൈക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു പാത്രം. ഇവിടുത്തെ പാത്രത്തിൽ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. സോ ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. പക്ഷേ ഇവിടെ നിന്ന് വന്ന് ഇനീഷ്യലി ഫസ്റ്റ് ആരും കടയിൽ പോയിട്ട് വാങ്ങാൻ പോകണില്ല, കാരണം നിങ്ങൾക്ക് അറിയില്ല, പരിചയമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. സോ ഫസ്റ്റ്ലി നിങ്ങൾക്ക് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഒരു 2 പാത്രം നല്ല ക്വാളിറ്റി ഉള്ളത് മേടിച്ച് കൊണ്ടുവരാം. പിന്നെ അത് ലൈക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വുഡൻ്റെ സ്പൂൺസും ലൈക്ക് അല്ല കാഷ്വലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പൂണ്, ഫോർക്ക്, പിന്നെ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ അങ്ങനത്തെ മൂടികളോ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പാത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുക്കർ ഇല്ലാണ്ട് നമ്മൾ ഇന്ത്യക്കാരാണല്ലേ, നമുക്ക് ഇന്ത്യക്കാർക്ക് കുക്കർ ഇല്ലാണ്ട് പറ്റുമോ? ഇല്ല. കുക്കറിലല്ലേ നമുക്ക് എളുപ്പപ്പണിയല്ലേ. കുക്കറിൽ 2 വിസിലൊക്കെ ആയിട്ടിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ കുക്കറിൽ അരിയും ചോറും എല്ലാ സാധനവും എന്തോളും. സോ കുക്കർ നമ്മുടെ ഇന്ത്യക്കാർക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ്. സോ കുക്കർ നിങ്ങൾ കൊണ്ടുവരാം. കുക്കർ വാങ്ങുമ്പോൾ അതിന് എക്സ്ട്രാ വാൽവും വിസിലും നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. സോ അതാണ്. പിന്നെ ബ്ലെൻഡർ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പക്ഷെ ഞാൻ എൻ്റെ ബ്ലെൻഡറിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. സോ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ബ്ലെൻഡറാണ് ഇത്. പൈസപ്പെട്ടിയല്ല, ശരിക്കും ഇത് ബ്ലെൻഡറാണ്. കാരണം 4 മാസം കഴിഞ്ഞപ്പോൾ ഈ ബ്ലെൻഡർ ചീത്തയായിപ്പോയി. പക്ഷേ ഈ ബ്ലെൻഡർ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെൻ്റെ ഹാൻഡ് ബാഗിലാണ് വെച്ചത്. ഹാൻഡ് ബാഗിൽ ബ്ലെൻഡറൊന്നും വെക്കരുത്. കാരണം എന്താ, ഇതിനകത്ത് ബ്ലേഡ് ഉണ്ടല്ലോ. എയർപോർട്ടുകാരെ ഇത് അവിടെ വാങ്ങി വെച്ചിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആദ്യമായിട്ട് ഞാൻ ജർമ്മനിയിലേക്ക് അതും ഒറ്റയ്ക്ക്, ഒരാളുടെ ഹെൽപ്പില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക്. എന്തോ ആ ഒരു സമയത്ത് എവിടെ നിന്ന് എനിക്ക് ധൈര്യം കിട്ടിയെന്ന് അറിയത്തില്ല. ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്തോ കിട്ടിയിട്ടുണ്ട്. കാരണം ലൈക്ക് ഫസ്റ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലൈറ്റിൽ കയറുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ യാത്ര എന്ന് പറയുന്നത് അതും ദൂരെ യാത്ര, ജർമ്മനിയിലേക്കൊരു യാത്ര ഒറ്റയ്ക്ക്. ജീവിതത്തിൽ എവിടെ നിന്ന് എനിക്ക് ഈ ധൈര്യമൊക്കെ കിട്ടിയെന്നാവോ. ആ ഒരു സമയത്ത് എന്തോ ഒരു എനർജി വന്നായിരുന്നു, ഹെൽപ്പൊക്കെ കിട്ടിയായിരുന്നു ഒരുപാട്. സോ ആ ഒരു സമയത്ത് പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എയർപോർട്ടിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഒരുപാട് ടെൻഷൻ അടിച്ചു ഈ സാധനം ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചെക്കിങ്ങിലേക്ക് കൊടുത്ത് വിടാം. നമ്മളങ്ങനെ കോളും കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മൾ പലരെയും കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് ചെക്കിങ് ബാഗിലേക്ക് കിടത്തി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോരം അനുഭവിച്ചെന്നറിയുമോ ടെൻഷൻ. സോ ഇത് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത് ചെക്കിങ്ങിലേക്ക് കൊടുത്തു വിട്ടിട്ട് ഞാനിത് കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ചെക്കിങ്ങിൽ നമുക്ക് കൊടുത്തു വിടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ചെക്കിങ്ങിലേക്ക് നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ എൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഞാൻ അവിടെ നിന്നൊരു ലൈക്ക് പേപ്പർ ബാഗ് വാങ്ങിയിട്ട് അതിനകത്തോട്ട് ഇട്ടു. ഈ പേപ്പർ ബാഗ് ആണെന്നുണ്ടെങ്കിലോ എയർപോർട്ടിൽ ലൈക്ക് ജർമ്മനിയിൽ കാല് കുത്തി ഇറങ്ങിയപ്പോൾ തന്നെ ഈ പേപ്പർ ബാഗ് അങ്ങ് പൊട്ടിപ്പോയി. ഇത് പൊട്ടിപ്പോയിട്ട് പിന്നെ ഞാൻ പെട്ട പാട് എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്തു. പിന്നെ എൻ്റെ ബാഗ് എനിക്ക് കൈ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ബാഗ് കിട്ടിയപ്പോഴാണ് കാരണം ഈ സാധനങ്ങളൊക്കെ എൻ്റെ കവർ പൊട്ടിയില്ലേ. സോ കവർ പൊട്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എൻ്റെ ബാഗിനകത്തോട്ട് ഇട്ടു. എങ്ങനെയൊക്കെയോ ഇവിടെ ഞാൻ എത്തിപ്പെട്ടു. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് ഹെൽപ്പ് കിട്ടിയായിരുന്നു. ദൈവമായിട്ട് കുറച്ച് ആൾക്കാരെ നമുക്ക് എന്താ പറയുന്നത്, ദൈവമായിട്ട് ചിലപ്പോൾ ദൈവത്തിൻ്റെ രൂപമായിട്ട് വന്നതായിരിക്കാം, അറിയില്ല. ഹെൽപ്പ് കിട്ടിയിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. ചിലപ്പോൾ ദൈവം വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തതായിരിക്കാം. സോ അങ്ങനെ ഹെൽപ്പൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ എത്തിയത്. ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല, പക്ഷെ ദൈവമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ അയക്കും. സോ അപ്പോൾ ഇതാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നൊരു സാധനം. സോ പാത്രങ്ങൾ ഇത്ര ഉള്ള സാധനങ്ങൾ. ബ്ലെൻഡറൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ബ്ലെൻഡർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചെക്കിൻ ബാഗിൽ വെക്കാം. അതാണ്. പിന്നെ നമ്മുടെ പൊടികൾ, അരിപ്പൊടി, ലൈക്ക് നമ്മുടെ പുട്ടുപൊടി, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാം. പിന്നെ ഏറ്റവും മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഐറ്റം ഗരം മസാലയാണ്. ഗരം മസാല ഇല്ലാണ്ട് വരണ്ട മക്കളെ. കാരണം ഗരം മസാല എന്ന് പറയുന്നത് ഇവിടെ വാങ്ങാൻ കിട്ടും ഗരം മസാല. പക്ഷേ ഗരം മസാല നമ്മുടെ നാട്ടിലെ ഫ്ലേവർ അല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഒരു ഫ്ലേവറാണ്. എനിക്കിഷ്ടമല്ല, പ്രിഫർ അല്ല.
കാരണം ഇവിടെ ചെറിയ ജീരകമാണ് ഗരം മസാലയിൽ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ ഗരം മസാലയിൽ യൂസ് ചെയ്യുന്നത് പെരുംജീരകമാണ്. സോ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ ഗരം മസാലയുടെ ടേസ്റ്റിനകത്തുണ്ട്. സോ ഗരം മസാല എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ അമ്മമാർ വാങ്ങിയിട്ട് പൊടിക്കുന്ന ഗരം മസാലയില്ലേ, സോ അതൊരു മസ്റ്റ് ഹാവ് ആണ്. അതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നിങ്ങൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവരാം. പിന്നെ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ സാമ്പാർ പൊടി ഇല്ലാണ്ട് സാമ്പാർ ഉണ്ടാക്കും. ഞാൻ അങ്ങനെ സാമ്പാർ പൊടിയൊന്നുമില്ല, മല്ലിപ്പൊടിയൊക്കെ മതി. കായപ്പൊടി, സോ കായപ്പൊടി. പിന്നെ പപ്പടം ഒന്നും നമുക്കിവിടെ ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ്. സോ പപ്പടം കുറച്ച് ആളൊക്കെ കൊണ്ടുവന്ന് പപ്പടം. പിന്നെ അച്ചാറുകളൊക്കെ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് അച്ചാർ, ചമ്മന്തിപ്പൊടി, പിന്നെ ബീഫ് ഇടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ. സോ ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം വെക്കേണ്ടത് നിങ്ങളുടെ ചെക്കിൻ ബാഗിലാണ്. ഒരിക്കലും നിങ്ങളുടെ ലിക്വിഡ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഒന്നും നിങ്ങളുടെ ക്യാരി ബാഗിൽ വെക്കരുത്. നിങ്ങൾക്ക് അറിയോ ലൈക്ക് ചെക്കിൻ ബാഗിൽ, ക്യാരി ബാഗിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന്. സോ ചെക്കിൻ ബാഗിന് ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാവരും നിങ്ങൾക്ക് ചെക്കിൻ ബാഗിൽ വെക്കണം. നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് ലൈക്ക് അലോ ചെയ്യുന്നത് ഒരു സ്നാക്ക് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഇല്ലേ, ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സ്നാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരി ബാഗിൽ എടുക്കാം. സോ അല്ലാണ്ട് കൊണ്ടുവരുന്ന ലൈക്ക് ഇൻസ്റ്റൻറ്റ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഇനീഷ്യലി ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഇപ്പോൾ കുക്ക് ചെയ്യാതെ കടയിലായിട്ടൊക്കെ പോകാൻ പറ്റത്തില്ലല്ലോ, അറിയില്ല. സോ അങ്ങനെ അറിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ഡേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാഗീസും കാര്യങ്ങളെല്ലാം വെക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടും. സോ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എല്ലാവരും നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസ് കാര്യങ്ങളെല്ലാം മേടിച്ച് ബാഗിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ചങ്ങ് കുടിച്ചാൽ മതി. സോ ഇൻസ്റ്റൻറ്റ് ഫുഡ് ഒരു 2 ദിവസത്തേക്ക് കൊണ്ടുവന്നത് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് ലൈക്ക് റൂമെല്ലാം സെറ്റിലായിട്ട് നിങ്ങൾക്ക് കടയിൽ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് കുക്ക് ചെയ്യാം. ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ടോസ്റ്റ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്, മസാല സാധനങ്ങളെല്ലാം വേണ്ടത്. പിന്നെ ഇനി അടുത്തത് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്നത് നോട്ട്ബുക്കാണ്. നോട്ട്ബുക്ക്. സോ നോട്ട്ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ നാട്ടിൽ ഈ നോട്ട്ബുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇവിടുത്തെ നോട്ട്ബുക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കീറിപ്പോകുന്ന ഒരു വലിയ കാട്ട് ഇതുപോലത്തെ ലൈക്ക് പ്ലെയിൻ പേജുള്ളത് ഒരു വലിയ കാട്ട് നോട്ട്ബുക്ക് ഉണ്ട്, ഇതൊക്കെ പെട്ടെന്ന് കീറിപ്പോകും. അല്ലെങ്കിൽ സ്പൈറൽ ചെയ്തിട്ടുള്ള നോട്ട്ബുക്ക്, ഇതൊക്കെ പെട്ടെന്ന് എൻ്റെ യൂസേജിനനുസരിച്ചിട്ട് ഈ പേപ്പറൊക്കെ കീറിപ്പോകും. പിന്നെ ഈ കള്ളി കുറേ കോളംസ് ഉള്ള നോട്ട്ബുക്ക്, എനിക്ക് അങ്ങനത്തെ നോട്ട്ബുക്കേ എനിക്കിഷ്ടമല്ല. എനിക്ക് നാട്ടിൽ നിന്നുള്ള നോട്ട്ബുക്കാണ് ഇഷ്ടം. നിങ്ങൾ നോട്ട് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നോട്ട്ബുക്ക് നാട്ടിൽ നിന്ന് 2 എണ്ണമൊക്കെ മതി, 2 3. കാരണം അധികം നോട്ടൊന്നും നമ്മളിവിടെ എഴുതാൻ പോകുന്നില്ല. നോട്ടും കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഇവിടെ എല്ലാവരും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നമുക്ക് അയച്ചു തരും. പിന്നെ എല്ലാവരും ലാപ്പിലും ഒക്കെ നോക്കിയിട്ടല്ലേ പഠിക്കുന്നത്. സോ 2 3 അല്ലാണ്ട് ഒരു 10 നോട്ട്ബുക്കൊന്നും കൊണ്ടുവരണ്ട. 2 3 നോട്ട്ബുക്കൊക്കെ കൊണ്ടുവന്നാൽ മതി. അതിൻ്റെ ആവശ്യം ഉണ്ടാവത്തുള്ളൂ. സോ നോട്ട്ബുക്ക് ലൈക്ക് പെന്ന്, പെൻസില്, റൂളർ, ഇറേസർ, അങ്ങനെയുള്ള സ്റ്റേഷനറി ഐറ്റംസ്, സ്റ്റാപ്ലർ പിന്ന്, ലൈക്ക് ഗ്ലൂ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റേഷനറി ഐറ്റംസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസിൽ വരുന്നത്. പിന്നെ അടുത്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാവരും നിങ്ങൾ കൊണ്ടുവരാൻ മറക്കരുത്. ലൈക്ക് ഞാനിവിടെ മലയാളി ഗ്രൂപ്പിൽ മിക്കപ്പോഴും കാണുന്നൊരു കാര്യമാണ് ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് ലൈക്ക് ചോദിക്കുന്നു. കാരണം ലൈക്ക് ഡോക്യുമെൻറ്റ്സ് ആരോടെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറയുകയാണ് നാട്ടിൽ നിന്ന്. സോ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന്. ലൈക്ക് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്. സോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും അതിൻ്റെ കോപ്പീസും നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ലൈക്ക് ഇമ്പോർട്ടൻ്റ് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും. സോ ആ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ ഒറിജിനലും കോപ്പീസും നിങ്ങൾ നല്ലൊരു ഫയലിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ആ ഫയൽ അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിക്കുക. കാരണം നാട്ടിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ സൂക്ഷിക്കുന്നത് അമ്മമാരായിരിക്കും. അമ്മമാർ നല്ല രീതിയിൽ സൂക്ഷിക്കും, നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇനി മുതൽ നമുക്ക് ഉത്തരവാദിത്തം വന്ന് തുടങ്ങാൻ പോകുകയാണ്. സോ നമ്മളും ആ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ സൂക്ഷിക്കാം. പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം പോലെ ഞാൻ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒരുപാട് കോപ്പീസ് എടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരേണ്ട ഒരാവശ്യവും ഇല്ല. എൻ്റെ ലൈക്ക് ഡോക്യുമെൻറ്റ്സിൻ്റെ വെയിറ്റ് തന്നെ 1 കിലോ 2 കിലോ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം മൊത്തം ഞാൻ പിന്നെ ലൈക്ക് കളയാണ് ചെയ്തത് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും. സോ അങ്ങനെ കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാവരും
അത്യാവശ്യം ഒരു 2-3 കോപ്പീസ് എല്ലാം എടുത്താൽ മതി. വെറുതെ എന്തിനാ കുറേ കോപ്പീസ് എടുത്തിട്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ ആവശ്യത്തിനുള്ള കോപ്പീസും കാര്യങ്ങളെല്ലാം എടുത്താൽ മതി. കുറേ കോപ്പീസ് ഒന്നും എടുത്ത് കൊണ്ടുവരണ്ട. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതും നിങ്ങൾ അധികം കൊണ്ടുവരണ്ട, കുറച്ച് മതി. പിന്നെ നിങ്ങളുടെ 1 ഇയർ കഴിഞ്ഞ് വിസ സോ നിങ്ങൾ പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് വിസ റിന്യൂവലിൻ്റെ സമയത്തായി കഴിഞ്ഞാൽ ഷെങ്കൻ ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കണം. കാരണം 6 മന്ത് നോട്ട് ഓൾഡർ ദൻ 6 മന്ത് ആണല്ലോ, അല്ലെങ്കിൽ 3 മന്ത് ആണ്. അധികം ലൈക്ക് ഓൾഡർ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും എടുക്കേണ്ടി വരും നമ്മുടെ ഷെങ്കൻ ഫോട്ടോ. സോ ഫോട്ടോസൊന്നും അധികം കൊണ്ടുവരണ്ട. പക്ഷേ ലൈക്ക് കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഫോട്ടോ ഉള്ളത് നല്ലതായിരിക്കും എപ്പോഴും. ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം. സോ ഇതെല്ലാം മറക്കരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, മെഡിസിൻസ്. സോ മെഡിസിൻസ് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മെഡിസിൻസ്, പനിയുടെ ചുമയുടെ മരുന്ന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ചുമയുടെ മരുന്ന് നാട്ടിൽ നിന്ന് ലൈക്ക് ഒരു ടാബ്ലറ്റ് ഇംഗ്ലീഷ് മരുന്നായി കഴിഞ്ഞാൽ ലൈക്ക് ആയുർവേദിക് ആയിട്ടുള്ളൊരു ലൈക്ക് ഒരു ടോണിക് ഉണ്ടായിരുന്നു. അതായാലും എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ചുമ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ചുമയായിരിക്കുമല്ലോ, ലൈക്ക് കഫായിട്ടുള്ള ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമയുടെ മരുന്ന് ഒരുപാട് ഉപകാരപ്പെടും. സോ ചുമയുടെ മരുന്ന്, പനിയുടെ മരുന്ന്, അങ്ങനെ. കാരണം നമുക്ക് പെട്ടെന്ന് ഇവിടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടത്തില്ല ഡോക്ടറെ കാണാനായിട്ട്. ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം കേട്ടിട്ടുണ്ട്. എന്തുവാ, അവർക്ക് ഭയങ്കരമായിട്ട് പനി വന്ന് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. കാണാൻ പോയിട്ട് പനിയല്ലേ മാറിക്കോളും എന്ന് പറഞ്ഞു വിട്ടു. ഭയങ്കര പനിയായിട്ട് ആൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. പനിയല്ലേ മാറിക്കോളും എന്ന് പറഞ്ഞു വിട്ടു, കൊടുത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കൊടുക്കുക. നിങ്ങൾ പേഴ്സണലി എന്തെങ്കിലും ഒരു പ്രൈവറ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ട്, റെഗുലറായിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എക്സ്പയറി ഡേറ്റ് അനുസരിച്ചിട്ട് വേണം. എക്സ്പയറി ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങാം. എല്ലാ മെഡിസിൻസിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. സോ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. സോ നിങ്ങൾ ലൈക്ക് 2 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലൊക്കെ അതിനനുസരിച്ച് കൊണ്ടുവരാൻ പറയേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. സോ അതിന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം വേണം. എന്തെങ്കിലും മെഡിസിൻ, എല്ലാ മെഡിസിനും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊന്നും, പെയിൻ കില്ലറിനൊന്നും ഇവിടെ അപ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് ഒക്കെ കിട്ടും. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മെഡിസിൻ ഇവിടെ നിന്ന് കിട്ടും. പക്ഷേ ചില മെഡിസിന് പ്രിസ്ക്രിപ്ഷൻ വേണം, എല്ലാ മെഡിസിനും വേണ്ട. ഇപ്പോൾ കാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് പെയിൻ കില്ലർ, ത്രോട്ട് പെയിനുള്ളത് മെഡിസിൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മെഡിസിൻസ് എല്ലാവരും കിട്ടും. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് അറിയാമല്ലോ, വൈറ്റമിൻ ഡിൻ്റെ ടാബ്ലറ്റ്സും നിങ്ങൾക്ക് ഇവിടെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വൈറ്റമിൻസും ഫൈബേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെയും കിട്ടും, നാട്ടിൽ നിന്നും കൊണ്ടുവരാം. അപ്പം ഇവിടെ നിന്ന് ആയിക്കഴിഞ്ഞാൽ DM റോസ്മാൻ പോലെയുള്ള ഷോപ്പുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ വൈറ്റമിൻസും ഫൈബറും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ എന്താ പറയുന്നത്, ചെക്ക് ഇൻ ബാഗിലും ക്യാരി ബാഗിലും എന്തൊക്കെ എടുക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ലൈക്ക് റീസെൻ്റ്ലി എമിറേറ്റ്സിൻ്റെ ഒരു റൂൾ ഇറങ്ങിയിട്ടുണ്ട്. ലൈക്ക് അത് October 1 മുതലാണെന്ന് തുടങ്ങുന്നു. എമിറേറ്റ്സ് പവർ ബാങ്ക് പ്രോഹിബിറ്റ് ചെയ്തേക്കാണ്. ലൈക്ക് പവർ ബാങ്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പവർ ബാങ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 100 വാട്ടിൽ താഴെ വേണമെന്നോ അങ്ങനെ എന്തോ ഉണ്ട്. സോ അത് നോക്കാം. നിങ്ങൾ ഏത് എയർലൈൻസിലാണോ വരുന്നത് ആ എയർലൈൻസിൻ്റെ റൂളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചെക്ക് ഇൻ ബാഗിൽ, ക്യാരി ബാഗിലൊക്കെ ഓരോ ഐറ്റംസും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ എന്തെങ്കിലും പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല നമ്മുടെ എയർപോർട്ടിൽ, അല്ലെങ്കിൽ നമ്മളത് കളയേണ്ടി വരും. സോ അത് നിങ്ങൾ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും എടുക്കാണ്ടിരിക്കുക മാക്സിമം. ലൈക്ക് അറിയാലോ, നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ചെക്ക് ഇൻ ബാഗിൽ എന്തെടുക്കണം, ക്യാരി ബാഗിൽ എന്തെടുക്കണം എന്നൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾ. സോ ചെക്ക് ഇൻ ബാഗിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസും കാര്യങ്ങളൊന്നും നമ്മുടെ ചെക്ക് ഇൻ ബാഗിൽ വെക്കാൻ പാടില്ല. സോ ക്യാരി ബാഗിൽ വേണം ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം വെക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് നാട്ടിൽ നിന്ന് മേടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ലാപ്ടോപ്പ് ഇവിടെ വന്നിട്ടാണ് വാങ്ങിയത്. കാരണം ഇവിടെ ജർമ്മൻ കീബോർഡ്, ഞാൻ പാടുപെടാം ആ കീബോർഡിൽ കിടന്നിട്ട്. കാരണം ലൈക്ക് Z അടിക്കുമ്പോൾ Y വരും, Y അടിക്കുമ്പോൾ ഇതെവിടെയാണ്. അത് മാറ്റാനൊക്കെ ഇട്ടൊക്കെ പറ്റും, സെറ്റിങ് മാറ്റി. ഇപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പായിട്ട് യൂസ്ഡ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് നാട്ടിലാണ് കുറച്ചും കൂടി വിലക്കുറവ്, ഇവിടെ കുറച്ചും കൂടി വില കൂടുതലാണ് ഇലക്ട്രോണിക് ഐറ്റംസിനകത്ത്. സോ ഇലക്ട്രോണിക് ഐറ്റംസ് നാട്ടിൽ നിന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ബട്ട് എനിക്ക് വിലയുടെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് നാട്ടിൽ വില കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇലക്ട്രോണിക് ഐറ്റംസ് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റാണ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ അഡാപ്റ്റർ ഒരു 2 എണ്ണം
മിനിമം 2 എണ്ണമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാം. സോ മിനിമം 2 അഡാപ്റ്റർ കൊണ്ടുവരാം. കാരണം അത് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വേണ്ടി വരും. റൂമിലായി കഴിഞ്ഞാലും ഒരെണ്ണം റൂമിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വെക്കാം. പിന്നെ ഒരെണ്ണം നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ കയ്യിലുള്ളത് നല്ലതാണ്. പിന്നെ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലെ സാധനങ്ങളെല്ലാവരും കുത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കിട്ടും. നമ്മുടെ നാട്ടിലെ എക്സ്റ്റൻഷൻ ബോർഡ് ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ചിലപ്പോൾ ഈ റൗണ്ടിലുള്ള എക്സ്റ്റൻഷൻ ബോർഡ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന നാട്ടിൽ നിന്നുള്ള ലൈക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും നമുക്ക് പ്ലഗ് ചെയ്ത് കുത്തിവെക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നാട്ടിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ബോർഡ് കൊണ്ടുവരാം. പിന്നെ റൂട്ടർ, അത് നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ വരുന്ന ലൈക്ക് പ്രൈവറ്റ് ആയി കഴിഞ്ഞാലും സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ് ആയി കഴിഞ്ഞാലും ചിലപ്പോൾ അവർ പേഴ്സണലി മെയിൽ അയച്ചിട്ട് പറയും റൂട്ടർ കൊണ്ടുവന്നെന്ന്. പലരും റൗട്ടർ കൊണ്ടുവരാണ്ടാണ് വരുന്നത് റൂട്ടർ. സോ റൂട്ടർ നിങ്ങളെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? സോ അത് നിങ്ങൾ കൊണ്ടുവരാം, റൂട്ടർ. പിന്നെന്താ, നിങ്ങളുടെ എക്സ്റ്റൻഷൻ ബോർഡ്, ചാർജിങ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ലൈക്ക് യൂണിവേഴ്സൽ അഡാപ്റ്റർ മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സാധനമാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ. പിന്നെ ലാപ്ടോപ്സ്, പിന്നെ ഫോൺ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഫോണ്, ടാബോ, അതൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട്. പിന്നെ പവർ ബാങ്കിൻ്റെ കാര്യം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാം, ഏതെങ്കിലും എയർലൈൻ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. എമിറേറ്റ്സ് റീസെൻ്റ്ലി പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ പവർ ബാങ്ക് എടുക്കാണ്ടിരിക്കുക. സോ പവർ ബാങ്കിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ട്രെയിനിലായി കഴിഞ്ഞാലും എയറോപ്ലെയിനിലായി കഴിഞ്ഞാലും എവിടെ ആയി കഴിഞ്ഞാലും ചാർജിങ് പോർട്ടൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ പ്ലഗ് ചെയ്ത് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം മാത്രം എപ്പോഴും എടുത്താൽ മതി, നിങ്ങളുടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ. ലൈക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എവിടെ വെച്ചായാലും നിങ്ങൾക്ക് പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമല്ലോ. സോ യൂണിവേഴ്സൽ അഡാപ്റ്റർ നിങ്ങൾ എപ്പോഴും മസ്റ്റ് ഹാവ് ആയിട്ട് നിൽക്കുക. പക്ഷേ പവർ ബാങ്കിൻ്റെ കാര്യമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോണൊക്കെ എപ്പോഴും ചാർജ് ചെയ്തിട്ടൊക്കെ വെക്കാം. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സോ ഇന്ന് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതെല്ലാം മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഒരു ബിഗിനർ എന്ന നിലയിൽ. സോ ഈ ഒരു ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഐറ്റം എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി ഈ വീഡിയോസിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നമ്മൾ ഒരു ഇന്ത്യനാണ്. സോ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടണം എന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ബൈ.